السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇനിയും തന്റെ ശിഷ്യനോട് പറയുകയാണ്, അയ്യുഹൽ വലദു, ഓ മോനെ, അൽ ഇൽമു ബിലാ അമലിൻ ജുനൂനുൻ, പ്രവർത്തിക്കാത്ത വിധത്തിലുള്ള വിവരം അത് ഭ്രാന്താണ്. വൽ അമലു ബിഗൈരി ഇൽമിൻ ലാ യകൂനു, വിവരമില്ലാതെയുള്ള പ്രവർത്തനം അത് ഉണ്ടാവുകയുമില്ല. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഇൽമ, വിജ്ഞാനം, ലാ യുബഇദുകൽ യൗമ അനിൽ മആസി, എങ്ങനത്തെ വിജ്ഞാനം? ഇന്ന് ദോഷങ്ങളിൽ നിന്ന് നിന്നെ അകറ്റി നിർത്താത്ത വിജ്ഞാനം. വലാ യഹ്മിലുക അല തഅതി, ആരാധനയുടെ മേലിൽ നിനക്ക് പ്രചോദനം തരുകയും ചെയ്യാത്ത വിജ്ഞാനം. വലൻ യുബഇദുക ഗദൻ അൻ നാരി ജഹന്നമ, ലൻ യുബഇദുക, അത് നാളെ നിന്നെ ജഹന്നം എന്ന നരകത്തുനിന്ന് ഒരിക്കലും തന്നെ ദൂരത്താക്കുകയില്ല. അതായത് നീ നിന്റെ ഇൽമു കൊണ്ട് നിനക്ക് ദോഷങ്ങളിൽ നിന്ന് മാറാൻ കഴിയുന്നില്ലെങ്കിൽ, നന്മകൾ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ, അതൊരിക്കലും തന്നെ നാളെ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കാരണമാകുന്നതാവില്ല. ജഹന്നം, ജഹന്നം എന്ന നരകത്തെ തൊട്ട് നാളെ നിന്നെ ദൂരത്താക്കൂല. വൈതാലം തഅമലിൽ യൗമ, ഇന്ന് നീ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, വലം തദാറക്കിൽ അയ്യാമൽ മാലിയ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ നീ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, തഖൂലു ഗദൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നീ പറയും, ഫർജിഅനാ നഅമൽ സാലിഹാ, പടച്ചോനെ ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് മടക്കിത്താ, എന്നാൽ സൽക്കർമ്മം ചെയ്തോളാം നീ പറയുമ്പോൾ, ഫയുഖാലു, നിന്നോട് പറയപ്പെടുന്നതാണ്, യാ അഹ്മഖു, ഓ വിവരദോഷി, വിഡ്ഢി, അൻത മിൻ ഹുനാക തജീഉ, നീ അവിടുന്ന് തന്നെയല്ലേ വരുന്നത്. അപ്പൊ അവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ നിനക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു മനുഷ്യനോട് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു കാര്യം, ആ ശിഷ്യനോട് പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന് വിവരമുണ്ടായി എന്നതുകൊണ്ട് മാത്രം അവൻ മഹാനാവില്ല, അവൻ നല്ലവനുമാവില്ല. മറിച്ച് കിട്ടിയ വിവരമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേ അവന്റെ വിജ്ഞാനത്തിന് മഹത്വം വരികയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടുണ്ടല്ലോ. എന്ത്? പടച്ചോനെ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത വിവരത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ കുറെ തിയറികൾ പഠിച്ചു വെക്കുക എന്നതൊരിക്കലും തന്നെ എന്തല്ല, അതല്ല ഇൽമു എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരേണ്ട ഒരു പ്രകാശമായി മാറണം. അത് പ്രകാശമായി മാറലെപ്പോഴാ? ആ കിട്ടിയ ഇൽമിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, ആ ഇൽമിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. അതുകൊണ്ടാണ് പ്രവർത്തനമില്ലാത്ത വിവരം അത് ഭ്രാന്താണ് എന്ന് ഗസാലി ഇമാം പറയുന്നത്. എന്നാ പിന്നെ ഇക്കാലത്തൊക്കെ ചിലർ ചെയ്യുന്നത് പോലെ നമുക്ക് ഇൽമൊന്നും വേണ്ട, നേരെ ഇബാദത്തേക്ക് പോകാം എന്ന് ചിന്തിച്ചാലോ, വൽ അമലു ബിഗൈരി ഇൽമിൻ, വിവരമില്ലാതെയുള്ള പ്രവർത്തനം ലാ യകൂനു, അത് സാധ്യമേ അല്ല, ഉണ്ടാവുകയില്ല. അഥവാ വിവരമില്ലാതെ അമല് ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ഓൻ അമലായിരിക്കില്ല ചെയ്യുക. ഒരാൾ ഒരു കുടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തൊഴിക്കുന്നു. ആ ബക്കറ്റിന്റെ മൂട് ഭാഗം, അതിന്റെ അടിഭാഗം, അത് 100% പോയി കിടക്കുകയാണ് എങ്കിൽ ആ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ ബക്കറ്റിൽ ആ വെള്ളം നിൽക്കുമോ? ഇതെത്രമാത്രം ഭ്രാന്താണോ, ഇതുപോലെ തന്നെയാണ് വിവരമില്ലാതെ പ്രവർത്തിച്ചാൽ ഒരിക്കലും തന്നെ ആ പ്രവർത്തനം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള അമലാക്കി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത്, വഇന്നാ ഫഖീഹം വാഹിദം മുതവര്രിഅ അശദ്ദു അലശ്ശൈത്വാനി മിൻ അൽഫി ആബിദി, ശരിക്കും കർമ്മശാസ്ത്ര വിവരങ്ങൾ പഠിക്കുകയും സൂക്ഷ്മമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ പണ്ഡിതൻ, അശദ്ദു അല ശൈത്വാനി, പിശാചിന് ഏറ്റവും ബേജാർ അവനെ പറ്റിയാണ്, ആ ഒരു പണ്ഡിതനെ പറ്റിയ, മിൻ അൽഫി ആബിദിൻ, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന വിവരമില്ലാത്ത 1000 ആരാധ്യന്മാരെക്കാൾ. അള്ളാഹുവിന് ഇബാദത്ത് തന്നെ അടിച്ചു മുഴുകി ഇബാദത്തെടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ 1000 ആൾക്കാര് ഇബാദത്തെടുക്കുമ്പോൾ പിശാചിനുണ്ടാകുന്ന അസ്വസ്ഥതയേക്കാൾ കൂടുതലാണ് അള്ളാഹുവിന് സൂക്ഷ്മമായി ജീവിതം നയിക്കുകയും
വിഷയങ്ങളുടെ ഒക്കെ നിജസ്ഥിതി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരൊറ്റ പണ്ഡിതൻ. കാരണം എന്താ, ആ പണ്ഡിതൻ ഒരു പക്ഷേ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവൂ. പക്ഷെ ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കുറ്റമറ്റ രീതിയിൽ അതിന്റെ ഷർത്തുകളും ഫർളുകളും ആദാബുകളും സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ അയാൾക്കറിയാം. അയാളുടെ 2 റക്അത്ത് എന്തായാലും സ്ഥാനത്ത് കൊള്ളും വിധത്തിലുള്ള 2 റക്അത്തായിരിക്കും. അതേസമയത്ത് മസലകൾ അറിയാതെ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു ജാഹിൽ ചിലപ്പോ ആ 1000 റക്അത്ത് സുന്നത്ത് നിസ്കാരം ബാത്തിലാകാൻ ആവശ്യമായിട്ടുള്ള പലതും അവന്റെ ആ പ്രവർത്തനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടാകും. അതവൻ അറിഞ്ഞു കാണില്ല. അപ്പൊ പിന്നെ ഈ 1000 റക്അത്ത് ഇൽമില്ലാതെ ഇബാദത്ത് എടുത്തോണ്ട് ഇബാദത്ത് പിശാചിനൊരു പ്രശ്നമല്ല. അങ്ങനത്തെ 1000 ആളുകൾ ഉണ്ടെങ്കിലും അതും പ്രശ്നമല്ല. കാരണം എന്താ, അവരുടെ ഇബാദത്തുകളൊന്നും സ്ഥാനത്തെത്തുകയില്ല എന്ന് അവനറിയാം. അതേസമയത്ത് കുറഞ്ഞ ഇബാദത്തെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചെയ്യണത് എല്ലാ അർത്ഥത്തിലുള്ള അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതന്റെ 2 റക്അത്ത് സ്ഥാനത്തെത്തും. അതുകൊണ്ട് ഈ വിവരമില്ലാത്തവന്റെ 1000 റക്അത്ത് നിസ്കാരത്തെക്കാൾ പിശാചിന് പ്രശ്നം വിവരമുള്ളവന്റെ 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് വിവരമുണ്ടാക്കുക എന്നതല്ല വാസ്തവത്തിൽ മഹത്വത്തിന്റെ മാനദണ്ഡം. മറിച്ച് ആ കിട്ടിയ വിവരം എന്തൊക്കെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കണം. ആ ഗുണങ്ങളിൽ ഒന്ന് ബഹുമാനപ്പെട്ട അദ്ദാലിമ പറയാണ്, അന്ന ഇൽമല്ല യുബഇദുകൽ യൗമാനിൽ മആസി, ദോഷങ്ങളിൽ നിന്ന് നിന്നെ ദൂരത്താക്കാത്ത വിജ്ഞാനം. അതായത് അത് പറ്റൂലെന്ന് നീ പഠിച്ചു, പക്ഷെ നീ വീണ്ടും അത് നിർബാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കുറെ കാര്യങ്ങള്, കുറെ തിയറികൾ നമ്മളെടുത്തൊക്കെ ഉണ്ട്. എന്താ, കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, നിസ്കാരം കളാക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല, സക്കാത്ത് കൊടുത്തേ പറ്റൂ, കുടുംബബന്ധം പുലർത്തിയേ പറ്റൂ, അയൽവാസികൾക്ക് ഗുണം ചെയ്തേ പറ്റൂ, പാര വെക്കാൻ പാടില്ല, എല്ലാതും നമുക്കറിയാം. പക്ഷെ ആ അറിയുന്ന സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാക്ടിക്കലാക്കുന്നില്ലെങ്കിൽ, അതേപോലെ തന്നെ വലാ യഹ്മിലു കാലത്താഅത്തി, ആ വിജ്ഞാനം നിനക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേലിൽ പ്രേരണ നൽകുന്നുമില്ല. നിനക്ക് വിവരമുണ്ട്, പക്ഷെ ആ വിവരം ഒരു മോട്ടീവ് ആവുന്നില്ല. എന്തിന്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ. നീ അത് പഠിച്ചു, ദുഹാ നിസ്കരിക്കണമെന്ന് നീ പഠിച്ചു. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ ചെല്ലണമെന്ന് നീ പഠിച്ചു. ഉറക്കിൽ എഴുന്നേൽക്കുമ്പോൾ ഇന്ന ദിക്ർ ചെല്ലണമെന്ന് നീ പഠിച്ചു. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇന്ന ദിക്റാണ് ചൊല്ലേണ്ടതെന്ന് നീ പഠിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെക്കണമെന്ന് നീ പഠിച്ചു. പള്ളിയിൽ കയറുമ്പോൾ ഏത് കാലാ മുന്തിക്കേണ്ടതെന്ന് നീ പഠിച്ചു. പള്ളിയിലെത്തിയാൽ എഴുത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്യണമെന്ന് നീ പഠിച്ചു. പള്ളിയിൽ നിന്ന് വർത്തമാനങ്ങൾ അനാവശ്യം പറയാൻ പാടില്ല എന്ന് നീ പഠിച്ചു. പക്ഷെ അതൊന്നും നിന്റെ ജീവിതത്തിൽ കാണുന്നില്ല. എങ്കിൽ പിന്നെ ഈ വിവരം കൊണ്ട് നിനക്കെന്താ കാര്യം? അങ്ങനെയുള്ള വിവരങ്ങൾ, തിന്മയിൽ നിന്ന് നിന്നെ അകറ്റാത്ത, നന്മയിൽ നിന്നെ സജീവമാക്കാൻ പ്രേരിപ്പിക്കാത്ത വിവരം, ലൻ ജഹന്നമ, നാളെ നരകത്തൊന്നും നിന്നെ അകറ്റൂല. അതായത് ഞാൻ ആലിമാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും നരകത്ത് കടക്കൂല എന്ന് എന്ത് ചെയ്യണ്ട, വെറുതെ തെറ്റിദ്ധരിക്കണ്ട. കാരണം എന്താ, വിവരം ഉണ്ടായി എന്നത് മാത്രം ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമല്ല. ആ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നതുകൂടി നോക്കിയാണ് ആ വിജ്ഞാനത്തിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് അമല് ചെയ്യാനുള്ള അവസരത്തിൽ നീ അമല് ചെയ്യാതെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി അതിന്റെ പോരായ്മകൾ പരിഹരിക്കാനുള്ള, ഒഴിഞ്ഞുകിടക്കുന്ന കോളങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ശ്രമങ്ങൾ നീ നടത്താതെ നീ ലോകത്തുനിന്നങ്ങ് മരിച്ചുപോയാൽ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് നീ പറയുന്നു, ഫർജനാ നഅമൽ സാലിഹാ, പടച്ചോനെ ഞങ്ങളെ നീ ഭൂമിയിലേക്ക് മടക്കിത്തരണം, എന്നാ ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം. നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല 32-ാം അധ്യായം സൂറത്തു സജദയുടെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. കുറ്റവാളികളായിട്ടുള്ള ആളുകൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വന്ന് തലതാഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ആ തലതാഴ്ത്തി നിൽക്കുന്ന സമയത്ത് നാണിച്ചുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്ന, നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കുന്ന അവർ അള്ളാഹുവോട് പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, അബ്സർനാ, ഇവിടെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഞങ്ങൾ നേരിൽ കണ്ടു, സമയന, വിഷയങ്ങളുടെ ഗൌരവമൊക്കെ ഞങ്ങൾ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫർജന, ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് തന്നെ മടക്കിത്തരണേ അല്ലാ, നഅമൽ സാലിഹാ, എന്നാ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇന്നാ മൂഖിനൂൻ, ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നവർ പറയുമ്പോൾ ഫയുഖാലു, അവരുടെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പറയപ്പെടുകയാണ്, യാ അഹ്മഖു, വിഡ്ഢി, അൻത മിൻ ഹുനാക തജിയു, നീ അവിടുന്ന് തന്നെയുള്ള വരുന്നത്.
ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് കേൾക്കാതെ പോയ നീ ഇനി വീണ്ടും ഭൂമിയിലേക്ക് ചെന്നാലും പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല, നീ അതേപോലെ തന്നെ ആവും. അതുകൊണ്ട് നേരെ നരകത്തിലേക്ക് അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയും. അതുകൊണ്ട് ഈ ഉപദേശത്തിന്റെ ശിഷ്യന് നൽകുന്ന ഉപദേശത്തിന്റെ ചുരുക്കം, നീ കിട്ടിയ വിവരമനുസരിച്ച് പ്രവർത്തിക്കണം. അഥവാ തെറ്റിൽ നിന്ന് മാറാൻ ആ വിവരം നിന്നെ സഹായിക്കണം. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മോട്ടിവേഷൻ ആ വിവരത്തിലൂടെ നിനക്ക് സമ്പാദിക്കാനാകണം. എങ്കിലേ ഈ വിവരം നിന്നെ നാളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നതാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വിവരം തന്നെ നാളെ നിനക്കെതിരെ തിരിഞ്ഞുകൊത്തുന്ന ഒരു വലിയ അബദ്ധമായിട്ടൊരു പാരയായി വരും എന്ന ഗൌരവതരമായിട്ടുള്ള ഉത്ബോധനം നമ്മളെല്ലാവരും, ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ, ഞങ്ങൾ ആലിമീങ്ങളൊന്നും അല്ലല്ലോ എന്നാരും സംശയിക്കണ്ട, അല്ലെങ്കിൽ സമാധാനിക്കണ്ട. കാരണം എന്താ, നമുക്ക് ഓരോരുത്തർക്കും കുറച്ചൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ വിവരം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണം. അങ്ങനെ നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കണം. പരമാവധി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സുന്നത്തിനെ കുറിച്ച് നമ്മൾ കേട്ടാൽ ആ സുന്നത്ത് ഒരിക്കലെങ്കിലും ചെയ്തുകൊണ്ട് അതിനോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. അങ്ങനെ ഓരോ ദിവസവും എത്രയോ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ. ഇപ്പൊ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എത്ര സുന്നത്തുകൾ ഇസ്ലാം പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ നിങ്ങൾ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ടോയ്ലറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇടത് കാല് വെച്ചാണ് അങ്ങോട്ട് കയറേണ്ടത്. ഏതായാലും രണ്ടു കാലോട് വെച്ച് ചാടുകയല്ലല്ലോ ആരും ചെയ്യുക. അപ്പൊ ഇടത് കാലിനെ വെച്ച് കയറണമെന്ന ഇസ്ലാമിന്റെ ആ നിയമം പാലിച്ചാൽ ഒരു പുണ്യം നമുക്ക് കിട്ടല്ലേ? ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയത്ത് ബഹുമാനിക്കേണ്ട വല്ലതും ശരീരത്തിലുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം പോകാൻ. അത് നമ്മൾ ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടുകയല്ലേ? അങ്ങോട്ട് കയറുമ്പോ ചെല്ലേണ്ട ദിക്റുണ്ട്, ആ ദിക്റ് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പുണ്യം കിട്ടുകയാണ്. അതേപോലെ തന്നെ വിസർജനത്തിന് ഇരിക്കുന്ന രൂപത്തിലുള്ള പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നിയമമുണ്ട്, അത് പാലിച്ചാൽ നമുക്ക് പുണ്യം കിട്ടുകയാണ്. വിസർജനം കഴിഞ്ഞതിന് ശേഷം ഇസ്തിബ്ര എന്ന് പറയുന്ന വിസർജ്യ വസ്തു പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്ന് ശ്രദ്ധിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം അത് നമ്മൾ സ്വീകരിക്കണം, അവിടെ നമുക്ക് പുണ്യം കിട്ടുകയാണ്. ശുദ്ധീകരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് വലതുകാല് വെക്കണം എന്നതൊരു നിയമമാണ്, അത് നമ്മൾ പാലിച്ചാൽ നമുക്ക് പുണ്യം കിട്ടുകയാണ്. അതേപോലെ തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ചെല്ലേണ്ട പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് പുണ്യം ലഭിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും എത്രയോ തവണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്തുകളെ പരമാവധി ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് വിജയിപ്പിക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ വെറും തിയറി കൊണ്ട് യാതൊരു കാര്യമല്ല. അത് പ്രാക്ടിക്കലാക്കിയാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. അല്ലെങ്കിൽ ആ തിയറി തന്നെ നമ്മെ നാളെ തിരിഞ്ഞുകുത്തും. കാരണം എന്താ, വിവരണ്ടായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്ത വല്ലാത്ത കുറ്റാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് മൊയ്ലിമാരെ, ഞാൻ മൊയ്ലിയൊന്നല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരനെ, കുറച്ചൊക്കെ വിവരങ്ങൾ നമുക്കുണ്ടെന്നേ ഉള്ളൂ. നല്ല വിവരം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.